പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ഈജിപ്തിലെ വിശുദ്ധ മേരിയുടെ തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ. AD 344 ജനിച്ച ഈ വിശുദ്ധ തൻ്റെ 12ാമത്തെ വയസ്സിൽ വീട് വിട്ട് പോവുകയും അലക്സാണ്ട്രിയ എന്ന വലിയ നഗരത്തിലെത്തിച്ചേരുകയും ചെയ്തു. അതിനുശേഷമുള്ള അവരുടെ ജീവിതം തീർത്തും അധാർമികത നിറഞ്ഞതായിരുന്നു. സാക്ഷാൽ വേശ്യാവൃത്തിയിൽ അകപ്പെട്ട് പണത്തിനു വേണ്ടിയല്ല, വെറും ജഡിക സുഖത്തിനു വേണ്ടി അവർ യുവാക്കളെ വലവീശി, അങ്ങനെ മേരി ഒരു വലിയ പാപം നിറഞ്ഞൊരു ജീവിതം നയിക്കുകയും അത് പാപമാണെന്നുള്ള ബോധമില്ലാതെ പരമാവധി ആളുകളുമായി തെറ്റ് ചെയ്യുവാനായിട്ട് തയ്യാറാവുകയും ചെയ്തു. 17ാമത്തെ വയസ്സിൽ അവരെ ഈജിപ്തിലേക്ക് ഒരു തീർത്ഥാടന സംഘം പോകുന്നത് കണ്ടപ്പോൾ ആ തീർത്ഥാടക സംഘത്തിൻ്റെ കൂടെ ഈ മേരിയും പോയത് തീർത്ഥാടനം നടത്തുവാനല്ല, പിന്നെയോ കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടാൻ വേണ്ടിയാണ്. തൻ്റെ പാവജീവിതത്തിൻ്റെ പുതിയ മേച്ചിൽ സ്ഥലങ്ങൾ തേടി പുറപ്പെട്ടതായിരുന്നു അവർ. തൻ്റെ ജഡിക സുഖത്തിൻ്റെ കൂടുതലുള്ള ആസക്തി കൊണ്ട് പരമാവധി ആളുകളെ പാപത്തിലേക്ക് ഉൾപ്പെടുത്തണം എന്നുള്ളതായിരുന്നു അവരുടെ ഏക ചിന്ത. അങ്ങനെ വിശുദ്ധ നാട്ടിലെത്തിച്ചേർന്നു, ജെറൂസലേം എത്തിച്ചേർന്നു. ആളുകളോടൊപ്പം അവരെ നമ്മുടെ കർത്താവിനെ അടക്കം ചെയ്തിരിക്കുന്ന അവിടെയുള്ള വലിയൊരു പള്ളിയുണ്ടല്ലോ, ചർച്ച് ഓഫ് സെപ്പൾക്കർ, ചർച്ച് ഓഫ് റിസറക്ഷൻ എന്ന് പറയപ്പെടുന്നു. അവിടെ ഈശോ മരിക്കുകയും ഉയർക്കുകയും ചെയ്ത അവിടെയുള്ള ആ വലിയ ദേവാലയത്തിൽ മറ്റ് തീർത്ഥാടകരോടൊപ്പം അവരും അതിനുള്ളിൽ പ്രവേശിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഏതൊരു ശക്തി അവളെ പിന്നോട്ട് തള്ളുന്നതായിട്ട് അവൾക്ക് അനുഭവപ്പെട്ടു. പലവട്ടം മറ്റുള്ളവരോടൊപ്പം അവൾ അകത്ത് കയറാൻ ശ്രമിച്ചുവെങ്കിലും അവൾക്ക് കഴിഞ്ഞില്ല. എന്തോ ഒരു ശക്തി അവളെ ഇങ്ങനെ പിന്നോട്ട് തള്ളുന്നതായിട്ട് അവൾക്ക് അനുഭവപ്പെട്ടു. പെട്ടെന്ന് അവൾക്കൊരു ചിന്തയുണ്ടായി. ഒരുപക്ഷെ തൻ്റെ പാപജീവിതം കൊണ്ടാണോ തനിക്ക് പരിശുദ്ധമായ സ്ഥലത്ത് എത്താൻ പറ്റാത്തത് എന്നൊരു ചിന്ത അവർക്കുണ്ടായി. അപ്പോൾ അവരുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു, അതെ, താനൊരു പാപിനിയാണ്. അപ്പോഴാണ് അവർ മാതാവിൻ്റെ ഒരു ചിത്രം കണ്ടത്. ആ മാതാവിനോട് അവൾ തൻ്റെ പാപജീവിതമെല്ലാം തുറന്നു പറഞ്ഞ് മനസ്സിൽ മാപ്പപേക്ഷിച്ചു. ഉടനെ അമ്മയോട് പറഞ്ഞു, പരിശുദ്ധ അമ്മേ, എന്നെ ഒരു പ്രാവശ്യം ഈ പള്ളിയിലൊന്ന് കയറാൻ അനുവദിക്കണേ, ഞാൻ എൻ്റെ പാപജീവിതം എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ചോളാം. അങ്ങനെ പരിശുദ്ധിയുടെ വിളനിലമായ പരിശുദ്ധ അമ്മയും പരിശുദ്ധ മറിയവും പാപത്തിൻ്റെ വിളനിലമായ ഈജിപ്തിലെ മേരിയും പരസ്പരം നോക്കി. പരിശുദ്ധ അമ്മ അവളെ അനുവദിച്ച പോലെ അവൾക്ക് തോന്നി. വീണ്ടും അവൾ ആ പള്ളിയിൽ പ്രവേശിക്കാൻ ശ്രമിച്ചപ്പോൾ അവൾക്ക് അകത്ത് കടക്കാൻ സാധിച്ചു. അങ്ങനെ അവൾ അകത്ത് കടന്നു. ഈശോയെ കുരിശിൽ തറച്ചിരിക്കുന്ന ആ സ്ഥലമെല്ലാം കണ്ടു. അപ്പോൾ അവളുടെ മനസ്സിലാകെ ഒരു ഇടുത്തി മിന്നുകയായിരുന്നു. എൻ്റെ പാവ ജീവിതത്തെക്കുറിച്ച് അവൾക്ക് വലിയ പശ്ചാത്താപമുണ്ടായി. ഉടനെ അവൾ പുറത്തിറങ്ങി വന്നപ്പോൾ അമ്മയോട് തന്നെ ചോദിച്ചു, പരിശുദ്ധ അമ്മയോട്, ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? അവരുടെ ഉള്ളിൽ നിന്നൊരു ഉൾവിളിയുണ്ടായി. ഒരു ശബ്ദം അവളോട് പറയുന്നത് തോന്നി, നീ ജോർദാൻ കടന്ന് ഈജിപ്തിലേക്ക് പോവുക, അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് നിനക്ക് വഴി തെളിഞ്ഞ് കിട്ടും. പിറ്റേ ദിവസം തന്നെ അവൾ ജോർദാൻ നദി കടന്ന് അവൾ മരുഭൂമിയിൽ പ്രവേശിച്ചു. അങ്ങനെ ആ മരുഭൂമിയിൽ ഏകാന്തതയിൽ യഥാർത്ഥത്തിലുള്ള തപസ്സിൻ്റെ ജീവിതം, പ്രായശ്ചിത്ത ജീവിതം അവൾ നീണ്ട 17 വർഷം അവിടെ കഴിയുകയാണ്. ഈ സമയത്തെല്ലാം അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് പാപം ചെയ്ത ആ സാഹചര്യങ്ങളെപ്പറ്റി ഓർമ്മ വരും, പ്രലോഭനമുണ്ടാവും. മനസ്സിൽ വലിയ സംഘർഷമായിരുന്നു അവൾക്ക്. തിരിച്ച് വീണ്ടും പാപജീവിതത്തിലേക്ക് പോകണോ വേണ്ടയോ? അങ്ങനെ 17 വർഷത്തെ സംഘർഷത്തിന് ശേഷം ഒരു ദിവസം അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് ഉള്ളിലൊരു പ്രകാശമുണ്ടായി. അവൾക്കൊരു വലിയൊരു മനമാറ്റമുണ്ടായി. പൗലോസ്ലിഹായ്ക്കൊക്കെ ഉണ്ടായതുപോലെ അവളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തി വരുന്നവൾക്ക് തോന്നി. പിന്നീടുള്ള അവളുടെ ജീവിതം തീർത്തും വിഭിന്നമായിരുന്നു.
അവളുടെ ജീവിതം കൂടുതൽ താപസ നിബിഡമായി തീർന്നു. തപസ്സിൻ്റേതായും പ്രായശ്ചിത്തത്തിൻ്റേതുമായിട്ടുള്ള ജീവിതം അവൾ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾക്ക് അവിടെ ജോസോമോസ് എന്നൊരു സന്യാസി ഈജിപ്തിലുണ്ടായിരുന്നു. ആ സന്യാസിയുടെ ഭവനത്തിൽ അവർ എല്ലാ വർഷവും ഈ ലെൻറ്റ് സീസണിൽ അവർ ഇങ്ങനെ മരുഭൂമിയിൽ കൂടെ ഏകാന്തം നടക്കാൻ പോകുമായിരുന്നു. അപ്പോൾ ഈ വിശുദ്ധ ജോസോമസിന് ഉൾപ്രേരണ കിട്ടി ഈ മരുഭൂമിയിലൂടെ പോകാനായിട്ട്. അങ്ങനെ മരുഭൂമിയിലൂടെ പോയി 20ാമത്തെ ദിവസം ഈ ജോസോമസ് ഒരു വൃത്തിയായ ഒരു സ്ത്രീയെ കണ്ടെത്തുകയാണ്. അപ്പോഴേക്കും അവൾ വൃത്തിയായി കഴിഞ്ഞിരുന്നു. പ്രിയപ്പെട്ടവരെ, നീണ്ട 47 വർഷമാണ് അവൾ ഈ മരുഭൂമിയിൽ ഇങ്ങനെ കഴിഞ്ഞു കൂടിയെന്ന് ഓർക്കണം. 47 വർഷം. അപ്പോൾ ജോസോമസിനെ അവൾ കണ്ടു, അവളെ ജോസോമസും കണ്ടു. അവൾ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ അവളുടെ ആ പ്രാർത്ഥനാ നിർഭരമായിട്ടുള്ള ജീവിതം കണ്ടിട്ട് ജോസോമസിൻ്റെ പേര് പോലും അവൾക്ക് പറയാൻ സാധിച്ചു എന്നുള്ളതാണ്. ഒരച്ഛനാണെന്നും പേരിതാണെന്നും അവൾ വെളിപ്പെടുത്തിയപ്പോൾ ജോസോമസിന് അത്ഭുതമായി. അച്ഛൻ പറഞ്ഞു, അമ്മേ, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഉടനെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അവൾ കൈകൂപ്പി കണ്ണടച്ചു. അപ്പോൾ അവൾ വായുവിലേക്ക് മണ്ണിൽ നിന്ന് ഉയർന്ന് വായുവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറേ നേരം പ്രാർത്ഥിച്ചതിന് ശേഷം അവൾ താഴെ ഇറങ്ങി. അപ്പോൾ ജോസോമസിന് മനസ്സിലായി ഇതൊരു വലിയ വിശുദ്ധയാണെന്ന് മനസ്സിലായി. ഉടനെ ജോസോമസ് അച്ഛൻ ചോദിക്കുകയാണ് മേരിയോട്, ഞാൻ എന്താണ് നിനക്ക് സഹായം ചെയ്യേണ്ടത്? മേരി പറഞ്ഞു, വേറൊന്നും വേണ്ട, ഈ ഒരു കാര്യം ചെയ്യണം അച്ഛൻ ഹോളി തേഴ്സ്ഡേ, അതായത് നമ്മുടെ പെസഹ വ്യാഴാഴ്ചയാണല്ലോ ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. അപ്പോൾ ആ ദിവസം എനിക്ക് പരിശുദ്ധ കുർബാന കൊണ്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. അവളുടെ ജീവിതം, പഴയകാല ജീവിതത്തെക്കുറിച്ചെല്ലാം മനസ്താപത്തോടെ അച്ഛനോട് ഏറ്റു പറഞ്ഞു. ഉടനെ അച്ഛൻ തിരികെ പോയി. അച്ഛന് കലച്ചിലായ അസുഖം പിടിപെട്ടു. ഏതായാലും അച്ഛൻ ഈ പെസഹ വ്യാഴാഴ്ച വൈകിട്ട് ഈ ദിവ്യാരണം എടുത്തുകൊണ്ട് മരുഭൂമിയിലേക്ക് വന്നു. യോർദാൻ നദിയുടെ തീരത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന് മറുകര എത്താൻ സാധിക്കുന്നില്ല. ഉടനെ അദ്ദേഹം കണ്ടു, ഈ മേരി പുഴയിലൂടെ, ഈ യോർദാൻ നദിയിലൂടെ നടന്ന് ഇക്കരെ വന്നു. ജോസോമസ് അച്ഛൻ്റെ അടുത്ത് വന്ന് മുട്ടുകുത്തിയെന്നു. ഈശോ മിശിഹായെ സ്വീകരിച്ചു. അങ്ങനെ മേരി തിരിച്ചുപോയി. അവൾ തിരിച്ചുപോയി. പിറ്റേന്ന് ഈ ജോസോമസും തിരിച്ചുപോയി. അപ്പോൾ അതിനു മുമ്പ് അവൾ പറഞ്ഞിരുന്നു, എൻ്റെ ഈ കഥ ആരോടും പറയരുതെന്ന്. അപ്പോൾ അതനുസരിച്ച് വിശുദ്ധ ജോസോമസാണ്. അദ്ദേഹം മറ്റ് സന്യാസികളുടെ ഈ കാര്യം പറഞ്ഞിരുന്നില്ല. അപ്പോൾ അവർ പിറ്റേ ദിവസം ഈ ജോസോമസ് യോർദാൻ നദി കടന്ന് ഈജിപ്തിലെത്തി, ഈ മരുഭൂമിയിലെത്തി. ഈ മേരി അന്വേഷിച്ചപ്പോൾ മേരിയുടെ ശവശരീരമാണ് കണ്ടത്. അവൾ കുരിശാകൃതിയിൽ കൈവച്ചുകൊണ്ട് അവൾ കിടക്കുന്നതാണ് കണ്ടത്. അവൾ തലേദിവസം വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം അവൾ സ്വർഗ്ഗത്തിലേക്ക് പോയി. പ്രിയപ്പെട്ടവരെ, ഇത്ര വലിയ കൊടും പാപിനിയായ ആ മേരി നോക്കുക, ഈശോയുടെ ആ സ്നേഹസ്പർശം ലഭിച്ചപ്പോൾ, മാതാവിൻ്റെ ആ വാത്സല്യം നിറഞ്ഞ നോട്ടം കിട്ടിയപ്പോൾ അവൾക്ക് വലിയ മാറ്റമുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമുക്ക് തീർത്തും അനുകരിക്കാവുന്ന ഒരു ജീവിതമാണ് ഈജിപ്തിലെ വിശുദ്ധ മേരിയുടേത്. എത്ര വലിയ പാപജീവിതമാണ് കഴിച്ചു കൂട്ടിയതെങ്കിലും അവസാനം അവർ മാനസാന്തരപ്പെട്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു പ്രതീക്ഷയുണ്ട്. നമ്മളെത്ര വലിയ പാപികളാണെങ്കിലും നമ്മൾക്കൊരു രക്ഷയുണ്ട്, നമുക്ക് പ്രതീക്ഷയുണ്ട്. ആ കുരിശനായ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. നമ്മുടെ ജീവിതത്തിനൊരു മാറ്റം വരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. അങ്ങനെ ദൈവരക്ഷകനായ ഈശോ നമ്മെ എല്ലാവരെയും വിശുദ്ധിയിലേക്കും അതുപോലെ തന്നെ പരിശുദ്ധിയിലേക്കും നയിക്കുമാറാകട്ടെ. ആമേൻ.